ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐവിൽ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് തീയെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് നോയി അവനൊപ്പം പോകുന്നത് വരെയാണ്. അപ്പോൾ അവർ സ്കൂട്ടിയിലാണ് പോകുന്നത്. പാതി എത്തുമ്പോഴത്തേക്ക് ആ സ്കൂട്ടിയിൽ പെട്രോൾ തീർന്നു പോകുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്കിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് നോയോട് അവൻ പറയുന്നുണ്ട്, നീ വീട്ടിലേക്ക് പൊയ്ക്കോ, പെട്രോളൊക്കെ അടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന്. തീ പറയുന്നത് കേട്ടിട്ട് നോയി ചോദിക്കുന്നു, എങ്ങനെയാ ഞാൻ നിന്നെ ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് നിന്നെ സഹായിക്കുമെന്ന്. ഇത് കേട്ടിട്ട് അവൻ പറയുന്നു, ഞാൻ എല്ലാ ദിവസവും ഈ വഴിയല്ലേ പോകുന്നത്, ഒരു കുഴപ്പവും ഉണ്ടാകാറില്ലല്ലോ എന്ന്. അതിനൊക്കെ ശേഷം തീ ചോദിക്കുകയാണ്, ഞാൻ ഈ ബൈക്ക് കൊണ്ടുപോകാനായിട്ട് നിന്നെ സഹായിക്കണമോ എന്ന്. അപ്പോൾ നോയി പറയുന്ന, അതൊന്നും വേണ്ട, പിന്നെ ഞാൻ നിന്നെ ഫൂളാക്കുന്നതൊന്നും അല്ല, ഞാൻ നിന്നെ സീരിയസ് ആയിട്ടാണ് നോക്കുന്നത്. അതുപോലെ എനിക്കറിയാം ഓൾറെഡി നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്, എന്നാലും നിന്നെ കുറച്ചും കൂടെ ഇമ്പ്രസ് ചെയ്ത് കുറച്ചും കൂടെ ആ ഇഷ്ടം കൂട്ടാനായിട്ടാണ് ഞാൻ നോക്കുന്നതെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് തീയുടെ ഫ്രണ്ട്സ് വരെയാണ് കാറിൽ. തീയുടെ ഫ്രണ്ട്സിനെ കണ്ടുടനെ നോയി ആണെങ്കിൽ അവൻ്റെ സംസാര രീതി മാറ്റുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അവനോട് പറയാണ്, നീ എന്തോ മടിയനാ, പതുക്കല്ലാതെ നടക്കൂല, എത്ര നേരമായി, എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ, എനിക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളത്. അതുപോലെ നീ പെട്ടെന്ന് തന്നെ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. പിന്നെ നിൻ്റെ ഫ്രണ്ട്സ് ഇതാ ഇപ്പോൾ വന്നിരിക്കുകയില്ലേ, അവരെ കൂടെ കയറി പോകാൻ നോക്കുന്നു. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവേണ്. ടീക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നു. അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അതിനപ്പുറം ഒന്നും മനസ്സിലാകാതെയാണ് അവിടെ ഇരിക്കുന്നത്. നോയി പോയി കഴിഞ്ഞ് തീ കാറിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നോയുടെ ബൈക്കിലാണെങ്കിൽ ഒന്നാമത് പെട്രോളും ഇല്ല. അതുകൊണ്ട് അവൻ ഇനി ഒറ്റയ്ക്ക് അതുവരെ നടന്നു പോകണ്ടേ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാച്ച് പറയാണ്, ഞങ്ങളിപ്പോൾ കുടിച്ചിട്ടില്ല, അതുകൊണ്ട് കുടിച്ചിട്ടാണ് വണ്ടി ഓട്ടിക്കുന്നതെന്ന് പറയല്ലേന്ന്. അതിനുശേഷം കാണിക്കുന്ന സമയത്ത് നോയി തീയുടെ ഒപ്പം തന്നെ ആ കാറിലുണ്ട്. അതിനുശേഷം ഒരു പെട്രോൾ പമ്പിലെത്തിയാണ്. പെട്രോൾ പമ്പിലെത്തിയതിന് ശേഷം നോയി അവനോട് പറയാണ്, നീ നല്ലവനാണ് തീ, കാരണം നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലല്ലോ എന്ന്. അപ്പം തീ പറയാണ്, ഒരിക്കലും വാത്പൂകി അങ്ങ് ആരെയും ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ലെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നോയി ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് പെട്രോൾ പമ്പിലെ ആൾ കൊണ്ടുവന്ന് പെട്രോൾ കൊടുക്കുകയാണ്. അപ്പോൾ നോയി പൈസ കൊടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും തീ പറയുന്നു, വേണ്ട വേണ്ട, ഞാൻ പൈസ കൊടുത്തോളാം എന്ന്. എന്നിട്ട് അവർ പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് നോയുടെ ബൈക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോയി പെട്രോൾ ഒഴിച്ചതിന് ശേഷം പറയുന്നുണ്ട്, കുറേ നേരമായില്ലേ നിൻ്റെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് നീ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് സാരമില്ല, നീ ആദ്യം ബൈക്ക് സ്റ്റാർട്ടാകുന്നോ ഇല്ലേന്ന് നോക്കുന്നു. അങ്ങനെ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബൈക്ക് സ്റ്റാർട്ടാകുന്നുണ്ട്. അങ്ങനെ നോയി പറയുന്നു, ഇനി നീ പൊയ്ക്കോ എന്ന്. അങ്ങനെ തീ പറയുന്നു, ശരി, നീ എന്തായാലും സേഫായിട്ട് വീട്ടിലേക്ക് പോവെന്ന്. അപ്പോഴത്തേക്കും നോയി അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. തീ അവിടെ നിന്ന് പകുതി നടന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവൻ അതിശയപ്പെട്ടു പോവുകയാണ്. കാരണം ഇത്രയും കാലം ഹെൽമറ്റ് വെക്കാത്ത നോയി ഇന്ന് ഹെൽമറ്റ് വെക്കാൻ പോകുന്നു. പക്ഷേ അവൻ വെച്ചുടനെ പറയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും വെക്കാൻ ഒക്കില്ലെന്ന്. എന്നിട്ട് ഇതൊക്കെ കണ്ടതിന് ശേഷം തീ ആണെങ്കിൽ അവന് പോയത് വെച്ച് കൊടുക്കുന്നുണ്ട്. തീ നോക്കി ഹെൽമറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം തീ തിരിച്ച് നടക്കുന്ന സമയത്ത് നോയി പോകുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തീ അങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് ടോങ് ചോദിക്കുകയാണ്, അല്ല തീ, നീ വരുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ വരുന്നുണ്ടെന്ന്. എന്നിട്ട് കാറിൽ കയറുന്ന സമയത്ത് തീയോട് അവർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്കിടയിൽ എന്താ നടക്കുന്നതെന്ന്. അപ്പം തീ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ കാണിക്കുന്നത് അവർ വീട്ടിലെത്തിയതുപോലെയാണ്. വീട്ടിലെത്തിയതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് തീയെ കൊണ്ട് അവർ പറയിപ്പിക്കുന്നുണ്ട്. പക്ഷെ തീയാണെങ്കിൽ എല്ലാ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ തീനെ ഇതൊക്കെ കേട്ടിട്ട് ചോദിക്കുന്നു, അപ്പം നീ പറഞ്ഞു വരുന്നത് നിനക്കും ആ ചെറുക്കനും തമ്മിൽ ഒന്നും ഇല്ലെന്നാണോ എന്ന്. അപ്പോൾ തീയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് നോയി അവന് കിസ് കൊടുത്തതും അതുപോലെ അവനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ. പക്ഷെ അവൻ അതൊന്നും അവരോട് തുറന്നു പറയുന്നില്ല. ഉടനെ പറയാണ്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വെറുതെ എല്ലാം തെറ്റിദ്ധരിക്കുന്നതാണെന്ന്. അപ്പോൾ ടോങ് പറയുന്നു, നീ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു, അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ ചുമ്മാ തെറ്റിദ്ധരിച്ചതാണെന്ന്. അതിനുശേഷം കാണിക്കുന്നത് നോയിയാണ്. നോയി ഒരു ബുക്കിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടില്ലായിരുന്നു, അതിരുന്ന് വായിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഇതിലെ രണ്ടാമത്തെ ചെയ്തിരിക്കുന്നു, അവനെ ഒരു ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന്. ഇവനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫൈറ്റിൽ നിന്ന് അവനെ രക്ഷിച്ചില്ലേ, അതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് അവൻ ചിരിച്ചിട്ട് പറയാണ്, ഇന്ന് എന്തായാലും ഞാൻ അവനോട് നല്ലതുപോലെയാണ് ബിഹേവ് ചെയ്തത്, അതുകൊണ്ട് അവൻ എന്തായാലും ഇമ്പ്രസ് ആകുമെന്ന്. എന്നിട്ട് അവിടെ ഇരുന്ന് നല്ലതുപോലെ അങ്ങ് ചിരിക്കുകയാണ്. ഇവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് ടിമ്മാൻറ്റി വരെയാണ്. ടിമ്മാൻറ്റി വന്നിട്ട് ചോദിക്കുന്നു, അല്ല എന്ത് പറ്റി പതിവില്ലാതെ ചിരിക്കുന്നു എന്ന്. അപ്പോൾ അവനാണെങ്കിൽ ടിമ്മാൻറ്റിയോട് പറയുന്നു, അമ്മ എനിക്കൊരു ഹെൽമറ്റ് വാങ്ങിച്ച്
തരുമോ എന്ന്. ഹെൽമറ്റ് എന്ന് കേട്ടുടനെ അവർ ചോദിക്കുകയാണ്, ഞാൻ സ്വപ്നം കാണുകയാണോ, എൻ്റെ മോൻ എന്നോട് ഹെൽമറ്റ് വാങ്ങിച്ചു തരാൻ പറഞ്ഞോ എന്ന്. അപ്പം ഇത് കേട്ടിട്ടാണെങ്കിൽ അവൻ പറയുന്നു, അമ്മ ഇന്ന് എനിക്ക് തന്നു വിട്ട ബൈക്കിൻ്റെ പെട്രോളും തീർന്ന് പാതി വഴിയിൽ അവിടെ ആയിപ്പോയെന്ന്. എന്നിട്ട് അവൻ പറയണ്, പിന്നെ സാരമില്ല, അതിൻ്റെ പെട്രോൾ തീർന്നുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം അവനോട് സംസാരിക്കാൻ പറ്റിയെന്ന്. അമ്മയ്ക്കാണെങ്കിൽ ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചോ മുകളിലേക്ക് കയറിപ്പോവേണ്. ഈ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഏത് കളർ ഹെൽമറ്റ് വേണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു ഏതായാലും മതിയെന്ന്. അതിനുശേഷം പിറ്റേന്ന് ഇവ എക്സാം എഴുതാൻ പോയതുപോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ എക്സാം എഴുതുന്നതിന് മുമ്പ് അവർ പറയുന്നുണ്ട് എക്സാമിൽ ആരും ചീറ്റിങ് കാണിക്കരുതെന്ന്. നോയ് നല്ലതുപോലെ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം അവരാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. മറ്റൊന്നുമല്ല, പിന്നെ അങ്ങോട്ട് അവർക്ക് കുറച്ച് ദിവസത്തേക്ക് അവധിയാണ്. അതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും. അതിനുശേഷം തീയും നോയും ഒരു സ്ഥലത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ തീ പറയുകയാണ്, എനിക്ക് വരാൻ പറ്റത്തില്ല, കാരണം എനിക്ക് വോളണ്ടിയർ ക്യാമ്പിന് പോകണം, അതുകൊണ്ട് പറ്റില്ലെന്ന്. അപ്പോൾ നോയ് പറയുന്നു, നിൻ്റെ അടുത്ത് ഞാൻ എക്സാമിന് മുമ്പേ വിളിച്ച് ചോദിച്ചതല്ലേ നമുക്കൊരു ട്രിപ്പിന് പോകാമെന്ന്, അപ്പം നീ എന്താ പറയാത്തതെന്ന്. അപ്പം തീ ചോദിക്കുന്നു, അതിന് ഞാൻ നിൻ്റെ അടുത്ത് അന്ന് വരാമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പം അത് കേട്ടിട്ട് നോയ് ചോദിക്കുന്നു, നീ പക്ഷേ വരത്തില്ലെന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് പിള്ളേർ നിന്ന് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരാൾ എറിയുന്ന ബോളാണെങ്കിൽ തീയുടെ പുറത്തേക്ക് വന്ന് വീഴുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ നോയ്ക്ക് ദേഷ്യം സഹിക്കാനേ വയ്യ. എന്നാലും അവൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പം അതിലൊരു ചെറുക്കനാണെങ്കിൽ വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ബോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ആ ചെറുക്കൻ പോയതിന് ശേഷം നോയ് പറയാണ്, എനിക്ക് ആ ചെറുക്കനെ ഇഷ്ടപ്പെട്ടതേ ഇല്ല, ഒരു തവണ കൂടി അവൻ ആ ബോൾ എടുത്ത് എറിയുകയാണെങ്കിൽ അവനെ ഞാൻ നോക്കിക്കോ എന്ന്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് തീ പറയുന്നു, നീ ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യല്ലേ നോയി എന്ന്. അപ്പം നോയി ആണെങ്കിൽ അവനോട് പറയാണ്, നീ ഒന്ന് സമ്മതിക്കും, നമുക്ക് ട്രിപ്പ് പോകാം, അപ്പോൾ പോകുന്നതിനിടയ്ക്ക് നമുക്ക് പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് കുറച്ചൊക്കെ അവൻ സമ്മതിക്കുമെന്നുള്ള രീതിയിലെത്തുമ്പോൾ വീണ്ടും ആ ചെറുക്കനാണെങ്കിൽ ബോൾ എടുത്ത് എറിയുന്നു. വീണ്ടും ഈ ചെറുക്കൻ ഇങ്ങനെ ബോൾ എറിയുന്നത് കണ്ടിട്ട് നോയ്ക്കാണെങ്കിൽ സഹിക്കാൻ വയ്യാതെ അവനാണെങ്കിൽ തീയുടെ കയ്യിൽ നിന്ന് ആ ബോൾ വാങ്ങിച്ചിട്ട് ആ ചെറുക്കൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഫ്യാച്ച് വരുന്നുണ്ട്. ഫ്യാച്ച് വന്നിട്ട് ചോദിക്കുന്നു, അല്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും തീ പറയുന്നു, ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന്. എന്നിട്ട് അവൻ നോയോട് പറയുന്നു, മര്യാദയ്ക്ക് നീ ആ ബോളിങ് തിരിച്ച് തന്നേന്ന്. അങ്ങനെ തീ പറയുന്നത് കൊണ്ട് മാത്രം നോയാണെങ്കിൽ ആ ബോൾ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. നോയ് പോയി അവിടെ ഇരുന്നതിന് ശേഷം ഫ്യാച്ച് ആണെങ്കിൽ ആ ചെറുക്കനെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവൻ്റെ പേര് ഫായു എന്നാണ്. ഇവന് നമ്മുടെ വരാൻ പോകുന്ന ക്യാമ്പിലെ ഒരു മെമ്പറാണെന്നും പറയുന്നു. അപ്പോഴത്തേക്കും തീ ആണെങ്കിൽ അവന് ഹായ്ക്ക് കൊടുത്തിട്ട് പറയുകയാണ്, നീ അവനെ അധികം മൈൻഡ് ചെയ്യണ്ട, കാരണം അവൻ ഇപ്പം നല്ല അപ്സെറ്റായിട്ടിരിക്കുകയാണ് അവൻ്റെ ഫൈനൽ എക്സാമിനെയൊക്കെ കുറിച്ച് ഓർത്തിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഫ്യാച്ച് ചോദിക്കുന്നു, നീ ഇപ്പോൾ ഓക്കെ ആണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ആടാ ഞാൻ ഓക്കെ ആണെന്ന്. ഇവർ ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം ഫ്യാച്ച് ആണെങ്കിൽ ഫായുവിനോട് പറയണ, പിന്നെ ശരി ഞാൻ പോകുന്നു, പിന്നെ ഫായു നീ പോയി ബാസ്കറ്റ് ബോൾ കണ്ടിന്യൂ ചെയ്തോ എന്ന്. ഇവർ പോയതിന് ശേഷം തീ ആണെങ്കിൽ നോയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഒരു ദിവസം പോലും ഫൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലേ എന്ന്. പിന്നെ എനിക്ക് ട്രിപ്പിന് വരാൻ പറ്റില്ല, എനിക്ക് ക്യാമ്പ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് കേട്ടിട്ട് നോയ് പറയുന്നു, ശരി പിന്നെ നീ ട്രിപ്പിന് വരണ്ട, നമുക്ക് മറ്റൊരു ദിവസം ട്രിപ്പിന് പോകാം, ഇപ്പം ഞാൻ നിൻ്റെ കൂടെ തന്നെ ആ ക്യാമ്പിലേക്ക് വന്ന് നിന്നെ സഹായിക്കാമെന്ന്. അടുത്ത സീനിൽ ക്യാമ്പാണ് കാണിക്കുന്നത്. അവരെല്ലാവരും എന്തിനാണ് ഈ ക്യാമ്പ് നടത്തുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തീയാണെങ്കിൽ നോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ നോയ് പറയാണ്, നീ പേടിക്കണ്ട, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന്. അത് കേട്ടിട്ട് അവനാണെങ്കിൽ നോയോട് താങ്ക്സ് പറയുന്നു. അതിനുശേഷം നോയ് ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റുന്ന അത്രയും ലവ് സിമ്പൽ കാണിക്കുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ തീക്ക് നാണായിട്ട് വയ്യ. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. അവിടെ ചെന്ന് ഇരുന്നിട്ടാണെങ്കിൽ അതാ ചിരിയോട് ചിരി. അതവൻ ചിരിക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ അവർ ടെൻറ്റ് കെട്ടാനായിട്ട് പോകുന്നത് പോലെയാണ് കാണിക്കുന്നത്. തീയും അവൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ടെൻറ്റ് കെട്ടാമെന്ന് വിചാരിക്കുന്നു. ഈ സമയത്ത് അവിടേക്ക് നോയ് വന്നിട്ട് പറയുന്നു, ഞാനൊരു സ്ഥലം കാണിച്ചു തരാം, അവിടെ നമുക്ക് ടെൻറ്റ് കെട്ടാമെന്ന്. നോയ് പറഞ്ഞത് കേട്ടിട്ട് അവർ നോയിയുടെ കൂടെ പോകുന്നുണ്ട്. പോയി അവിടെ ടെൻറ്റ് കെട്ടുന്ന സമയത്ത് നോയ് നോക്കുമ്പോഴത്തേക്കും ഫായു തീയുടെ ടെൻറ്റ് എവിടെയാണോ കെട്ടുന്നത് അതിൻ്റെ അടുത്ത് തന്നെ വന്ന് ടെൻറ്റ് കെട്ടുന്നു. ഇത് കണ്ടിട്ട് അവനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കുറേ ഗോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിച്ച് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടെൻറ്റ് കെട്ടാനായിട്ട് അയക്കുന്നു. ഇതിന് ശേഷം കാണിക്കുന്നത് അവർ കുക്ക് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട്
ഓം പറയേണ് നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടത്തേക്ക് ഫുഡ് നമ്മളെ ടിമ്മാൻറ്റീൻ്റെ കടയിൽ നിന്ന് ഓർഡർ ചെയ്താലോ എന്ന്. അപ്പോഴത്തേക്കും നോയ് പറയുന്നു ഞാൻ അവരെ പോയി സഹായിച്ചിട്ട് വരാമെന്ന്. എന്നിട്ട് അവരെ അടുത്തേക്ക് പോവുകയാണ്. ഇവൻ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ മാറി നിൽക്കും, ഞാൻ കുക്ക് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഓമാണെങ്കിൽ തലയെ കൈ വെച്ച് നിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നോയ് ഏത് ഫുഡ് ഉണ്ടാക്കിയാലും എന്തെങ്കിലും ഒരു സാധനം കൂടുതലായിരിക്കും. ഒരു എപ്പിസോഡിൽ തന്നെ നോഹിക്ക് കൊടുത്ത ഫുഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഉപ്പായിരുന്നു. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന ഫുഡിൽ ഇനി എന്താകുമോ എന്തോ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.